കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സ്യ ഫിഷറീസിൽ നിന്നുള്ള ഇളമീൻ കൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലൂർ സ്റ്റൈലിലുള്ള ഒരു ഫിഷ് കറി. അപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. അവര് മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് അവർ പ്രത്യേക ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പോൾ വേണ്ടവർക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ഈ നെല്ലൂർ സ്റ്റൈൽ ഫിഷ് കറി ഏത് ഫിഷ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ നമ്മളിപ്പോ എടുത്തേക്കുന്നത് ഇളമീൻ എന്ന് പറഞ്ഞിട്ടുള്ള കിട്ടിയേക്കുന്നത് ഇളമീൻ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു മീനാണ്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ്. ഇത് പറയാ വല പൊട്ടിച്ച് പോകുന്ന പറയാം, നല്ല ഉഷാറുള്ള മീനാണ്. അപ്പൊ നമുക്ക് ഏത് മീൻ വേണമെങ്കിൽ വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കാം. അപ്പൊ നെല്ലൂർ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ആന്ധ്ര സ്റ്റൈൽ, ഹൈദരാബാദി സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഓഫ് കോഴ്സ് എന്റെ ഒരു ടച്ചും കൂടി ഇതിലുണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇളമീൻ. അപ്പൊ ഇത് നമ്മുടെ അറക്കമീനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് ഫിഷ് എടുത്താലും ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇതിപ്പോ ഒരു 700 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല ഒരു പച്ചമാങ്ങ വേണം, നല്ല പുളിയുള്ള മാങ്ങ. ഇവിടെ നമുക്ക് 2 സവാള സ്ലൈസ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക്, ഒരു ടൊമാറ്റോ. പുളിയാണ് വാളംപുളി. അതൊരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ്. അപ്പൊ നമ്മളത് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പൊ ഒന്ന് ഞാൻ ഇങ്ങനെ സോക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി കുറച്ച് പൊടികൾ വേണം നമുക്ക്. ഇതിപ്പോ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട് വേണം നമുക്ക്. പിന്നെ ഈ നെല്ലൂർ സ്റ്റൈൽ ഫിഷ് കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മസാല കൂട്ടാണ്. അപ്പൊ ഇതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഇത് നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെക്കണം. ഇതാണ് അതിന്റെ പ്രത്യേക ഫ്ലേവർ കിട്ടുന്നത്. നമുക്ക് കുറച്ച് കടുക് വേണം, 4 വറ്റൽമുളക് വേണം. പിന്നെ നമുക്ക് 2 ടീസ്പൂണും കൂടി മുളക് പൊടിയും, 1 ടീസ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും വേണം. അപ്പൊ ആദ്യം ഫിഷ് ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് നമുക്ക് സോൾട്ട്, പിന്നെ ഈ മസാലകൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത് മാരിനേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ മസാല, ഇതാണ് ഈ മസാല നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെക്കണം. അപ്പൊ ഉലുവ, കടുക്, ജീരകം. നല്ല ഈസിയാണ് ഈ കറി ഉണ്ടാക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഫിഷ് റെസിപ്പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാങ്ങ ഇട്ടിട്ടുള്ള, നാരങ്ങപ്പാൽ പിഴിഞ്ഞിട്ടുള്ള കറി, അതുപോലെ അരച്ചു വെച്ചിട്ടുള്ള കറികൾ, അതുപോലെ കുടംപുളി ഇട്ടിട്ടുള്ള മീൻ കറി, പിന്നെ പല സ്ഥലങ്ങളിലത്തെ ഫിഷ് കറികൾ, ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരുപാട് മീൻ കറീസ്, ഒരുപാട് മീൻ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ലൂർ സ്റ്റൈല്, ആന്ധ്ര സ്റ്റൈൽ മീൻ കറി നല്ല എരിവുള്ള മീൻ കറിയാണ്. ഒരു കേരള ടച്ചും ഉണ്ട് നമ്മുടെ ഈ മീൻ കറിക്ക്. എന്തായാലും ഇഷ്ടമുണ്ടോ? നിങ്ങൾ എന്തായാലും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചു വെക്കാം. അപ്പൊ ഞാൻ മിക്സിയുടെ കപ്പിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ പൊടി മാറ്റി വെക്കാം കേട്ടോ. ഒരു മൺചട്ടിയാണ് കേട്ടോ ചൂടാക്കാൻ വെച്ചേക്കണേ. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് മറ്റേ സാധാരണ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോ നമുക്ക് 4 വറ്റൽമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 2 കറിവേപ്പില,
ഇതിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റാം. അപ്പോൾ സവാള ഒരു ട്രാൻസ്ലൂസൻറ്റ് സ്റ്റേജിലേക്ക് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചെടുത്ത് വെച്ചത് 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ അത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഈ ടൊമാറ്റോ ഒക്കെ ഒരു പകുതി വേവാവണ വരെ, മാങ്ങി പകുതി വേവാവണ വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 2-3 മിനിറ്റ് ആയിട്ടാണ് ഞാൻ ഇത് മൂടി വെച്ച് വേവിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി 2 ടീസ്പൂൺ എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നെല്ലൂർ ഫിഷ് കറിക്കുള്ള സ്പെഷ്യൽ മസാല, അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ പുളിവെള്ളം നമ്മളൊന്ന് പിഴിഞ്ഞ് ഇതൊന്ന് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 700 ഗ്രാം മീനെടുത്താൽ ഏകദേശം ഒരു 700 ml വെള്ളം എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം എന്നുള്ള രീതിയിൽ ആ മീൻ വെന്ത് കിട്ടാനുള്ള പാകത്തിന് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. മീനിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട്, ഗ്രേവിക്കുള്ള കുറച്ച് സോൾട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടാണ് നമ്മൾ ഫിഷ് പീസസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫിഷ് പീസസ് പതുക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മീൻ കഷ്ണങ്ങൾ ഒന്ന് മുങ്ങി കിടക്കണ മാതിരി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് ഗ്രേവിയിലേക്ക് ഇറങ്ങി കിടന്നോളൂ. അപ്പം ഇനി ഇത് ഈ മീൻ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിലത്തെ ഫിഷൊക്കെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കാണ്ട്, അപ്പം എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ചട്ടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഗാർണിഷ് ചെയ്യാൻ ഏറ്റവും നല്ലത് കൊറിയാണ്ടർ ലീഫാണ് കേട്ടോ. കുറച്ച് മല്ലിയില, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ നെല്ലൂർ സ്റ്റൈൽ ഫിഷ് കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി കറിയാണ്. ചോറിനൊക്കെ നല്ല ഉഷാറ് കറിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാളികേരം അങ്ങനെ സംഭവങ്ങളൊന്നും വേണ്ട, നല്ല അടിപൊളി ഗ്രേവിയൊക്കെ അല്ലാണ്ട് തന്നെ തിക്നെസ് ഒക്കെ ആയിട്ട് പോയി. അപ്പൊ അടുത്ത തവണ നമുക്ക് ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.